പ്രമാദമായ കൊച്ചുകുട്ടൻ കൊലക്കേസിലെ പ്രതിയാണ് ജയദേവൻ. ജയദേവൻ തിരുവനന്തപുരത്തെ ഒരു ഗുണ്ടയാണ്. കൊച്ചുകുട്ടൻ കൊലക്കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് മുരുകൻ എന്ന ജയദേവൻ. CPMന്റെ പേര് പറഞ്ഞാണ് ജയദേവൻ തിരുവനന്തപുരം നഗരത്തിൽ വിലസുന്നത്. പക്ഷേ CPMന്റെ പ്രാദേശിക നേതൃത്വം പലതവണ പറഞ്ഞു ജയദേവന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. ജയദേവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നതാണ് നാട്ടുഭാഷ്യം. ഗുണ്ടകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജയദേവൻ ഒരാളെ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. ഇത്രയൊക്കെ വലിയ ഗുണ്ടയാണെങ്കിലും ജയദേവന് ചില പ്രശ്നങ്ങളുണ്ട്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ജയദേവൻ ചുറ്റുമുള്ള സകല വള്ളിക്കെട്ടുകളും എടുത്ത് പിടിക്കും. അതായത് ഒരു കേസിൽ പ്രതിയാകേണ്ട ജയദേവൻ 10ലധികം കേസുകളിൽ ഒറ്റ കുറ്റകൃത്യത്തിൽ പ്രതിയാകും എന്ന് അർത്ഥം. തെളിച്ചു പറഞ്ഞാൽ ജയദേവൻ മണ്ടനാണ്. ഒരു ഗുണ്ടയെ അധിക്ഷേപിക്കുന്നതിന് പരിധി വേണ്ടേയെന്ന് ജയദേവന് തോന്നിയേക്കാം. പക്ഷേ എന്ത് ചെയ്യാം, പറയാതെ വയ്യ. അമ്മാതിരിയാണ് ജയദേവന്റെ കയ്യിലിരിപ്പ്. കരിക്കകം ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ചാണ് ഇത്തവണ കൂത്തു തുടങ്ങിയത്. ഗാനമേളയ്ക്കിടെ ജയദേവന്റെ കൂട്ടാളി സജീവനെ 2 അംഗ സംഘം ആക്രമിച്ചു. ജയദേവൻ ഗുണ്ടയാണല്ലോ, വെറുതെ നോക്കി നിന്നാൽ നാട്ടിലെ വിലയിടി. ആ തോന്നൽ ഗുണ്ടയുടെ മനസ്സിലെ ചാരത്തിൽ ഒളിച്ച കനലിന് തീ പകർന്നു. പ്രതികാരം ചെയ്യാൻ ജയദേവനും സംഘവും ഇക്കഴിഞ്ഞ 23 രാത്രി ഇറങ്ങി തിരിച്ചു. ആരംഭത്തിലെ അപമാനം. പ്രതികാരം ചെയ്യാൻ ഗുണ്ടയെത്തും മുമ്പ് പ്രതികളെ പോലീസ് പൊക്കിയിരിക്കുന്നു. കരുതിക്കൂട്ടി വധശ്രമത്തിന് 307 എടുത്ത് അകത്താക്കി. വകുപ്പ് വലുതാണ്, ഉടനെ ഒന്നും ജാമ്യം കിട്ടില്ല. അതുവരെ കാത്തുനിന്ന് പ്രതികാരം ചെയ്യാൻ ജയദേവന് ക്ഷമയുമില്ല. അപ്പോഴാണ് അറിയുന്നത് തന്റെ സുഹൃത്തിനെ ആക്രമിച്ച പ്രതികളിൽ ഒരാളെ പോലീസ് പിടികൂടിയത് ചാക്കയിലെ സാബുവിന്റെ വർക്ക്ഷോപ്പിന് പിന്നിൽ നിന്നാണെന്ന്. വർക്ക്ഷോപ്പിന് തീവയ്ക്കാൻ ജയദേവൻ തീരുമാനിച്ചു. പെട്രോൾ വാങ്ങി സ്ഥലത്തെത്തി. പക്ഷേ വീണ്ടും അപമാനം. 4 ഇരുമ്പ് തൂണും തകര ഷീറ്റും. ഇതാണ് വർക്ക്ഷോപ്പ്. പ്രതികാരത്തിന്റെ ദിശ വീണ്ടും മാറി. വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ വാഹനങ്ങളിലേക്ക് അത് പാഞ്ഞെടുത്തു. പരാതി 1. അറ്റകുറ്റപ്പണിക്കെത്തിയ സ്കൂൾ വാൻ തല്ലിപ്പൊളിച്ചു. കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട ചാക്കയിലെ വർക്ക്ഷോപ്പിലാണ് ഞാനുള്ളത്. സാബു എന്ന ആളുടെ വർക്ക്ഷോപ്പാണ്. ഇവിടെ നിരവധി വാഹനങ്ങളാണ് അടിച്ചു തകർക്കപ്പെട്ടത്. അതിലെ ഒരു വാഹനത്തിൻ്റെ ഉടമ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാനാണ് ഈ ഗുണ്ടാ സംഘം അടിച്ചു തകർത്തത്. ചേട്ടാ, എത്രത്തോളം നഷ്ടമുണ്ടായി? എനിക്ക് ഇതെല്ലാം കൂടെ 1,05,000 രൂപയ്ക്ക് പുറത്ത് നഷ്ടമുണ്ട്. എല്ലാ ക്ലാസ്സും പോയിട്ടുണ്ട്, 4 ക്ലാസ്സും പോയിട്ടുണ്ട്. 1,05,000 രൂപയ്ക്ക് പുറത്ത് നഷ്ടമുണ്ട്. എന്ത് ഉപയോഗമായിരുന്നു? സ്കൂൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് പണിക്ക് കൊണ്ട് കയറ്റിയത്. ചേട്ടനെ അടിച്ച തകർത്തവരുമായിട്ട് യാതൊരു വിരോധവുമില്ല? അല്ല, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ചേട്ടനോടും ഇല്ല? ഇല്ല 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 ഇവിടെ പണിക്ക് കൊണ്ട് കയറ്റിയാണ്. മേശരി ഇവിടെ ഉള്ളത് കൊണ്ട് പണിക്ക് കൊണ്ട് കയറ്റിയതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയത്? ഇതിപ്പം നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പോകും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. അത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഇത്രയും പൈസ പോകും. ഇത്രയും പൈസ പോകും. ചേട്ടൻ പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സംഭവം പ്രതീക്ഷിച്ചായിരുന്നോ? നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടല്ലേ. ഇങ്ങനെ സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞേ കൂടല്ലോ. ഇവരായിട്ട് നമുക്ക് യാതൊരു ബന്ധം, എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ഈ അടിച്ചു തകർത്ത മുരുകനെ കണ്ടിട്ടുണ്ടോ ജയദേവൻ? ഇല്ല ഇല്ല, നമ്മളായിട്ട് അതൊരു ബന്ധമില്ല. ഇവിടെ കൊണ്ടിട്ടു എന്ന് മാത്രമേ ഇവിടെ കൊണ്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ 22-ാം തീയതി കരിക്ക ഉത്സവത്തിൻ്റെ അന്നാണ് ഇവിടെ കൊണ്ട് കയറ്റി ചെയ്തത്. അപ്പം 3 ദിവസത്തെ പണിയെ 4 ദിവസത്തെ പണിയെ ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അവസ്ഥയല്ല? അതെ. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ അടിച്ചു തകർത്തിരിക്കുകയാണ്. ഈ വാഹനങ്ങളുടെ ഉടമകൾക്ക് ഈ ഗുണ്ടാ സംഘവുമായി യാതൊരു പകയുമില്ല. ഗുണ്ടാ സംഘത്തിന് ഈ വാഹനങ്ങളുടെ ഉടമകളോടും പകയില്ല. പക്ഷേ ഈ വർക്ക്ഷോപ്പിൻ്റെ പരിധിയിൽ കടന്നു എന്ന നിലയിൽ അടിച്ചു തകർത്തിരിക്കുകയാണ് വാഹനങ്ങൾ. ബൊലേറോ തകർത്ത് 1.5 ലക്ഷത്തിന്റെ നഷ്ടം ഉടമയ്ക്കുണ്ടാക്കി. പരാതി 2. ഒരു സാധുവിന്റെ ഓട്ടോയുടെ സീറ്റടക്കം കുത്തിക്കീറിയതാണ് പരാതി 3. ഇതിനൊക്കെ ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ട ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിലേതാണെന്ന് കരുതി അതിന്റെയും മെക്കിട്ട് കയറി. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. എങ്കിലും പരാതി എണ്ണം 4ആയി. ഇതിനിടെ സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ നിർത്തിയ ഇരുചക്രവാഹനക്കാരനെ കല്ലുവാരി എറിഞ്ഞ് പരാതിയുടെ കോളം 5 തികയ്ക്കുകയും ഒപ്പം മൂത്രശാപം വാങ്ങിവയ്ക്കുകയും ചെയ്തു. സമീപവാസികൾക്ക് നേരെ വാളുവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നതാണ് പരാതികളുടെ എണ്ണം 10 കടത്തിയത്. ദേശീയപാതയ്ക്ക് അരികിലാണ് സാബുവിന്റെ വർക്ക്ഷോപ്പ്. സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്നതിനാൽ പാതയോരത്ത് റിക്കവറി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട്. അതും വർക്ക്ഷോപ്പിലേതാണെന്ന് ജയദേവൻ കരുതി. പരാതി 11, പരാതി 12.
സാബുവിനോട് പ്രതികാരം ചെയ്യാൻ പോയ ജയദേവനെതിരെ ഇതുവരെ പേട്ട പോലീസിന് ലഭിച്ചത് 12 പരാതികളാണ്. പരാതികളുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഓരോ പരാതിക്കും ഓരോ FIR ആയിരിക്കും രജിസ്റ്റർ ചെയ്യുക. കാപ്പ ചുമത്തും, ജില്ല കടത്തും. നിലവിലെ ജാമ്യം റദ്ദാക്കപ്പെടും. അഴിക്കുള്ളിലാവും. ജയദേവൻ മണ്ടനായ ഒരു ഗുണ്ടയാണ്. ക്യാമറമാൻ പ്രണവിനൊപ്പം R. ശ്യാംബാബു, ABC മലയാളം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.